ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സരയു സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. തൻ്റെ അമ്മ ശാരിയല്ല, തൻ്റെ വളർത്തമ്മയാണ് ശാരി. ഇത്രയും നാൾ അമ്മയെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് വേണ്ടി ജീവിച്ച് അമ്മയെ ഒരുപാട് സ്നേഹിച്ച സരയു ഒരു പെട്ടെന്നൊരു ദിവസം ഈ സത്യങ്ങൾ അറിയുമ്പോൾ ആകെ തകർന്നു പോകുന്നുണ്ട്. എന്തായാലും അച്ഛൻ രാഹുൽ തന്നെയാണ്, പിന്നെ സ്വന്തം അമ്മ താരയാണ്. താനെ ഇത്രയും നാളും താൻ അകറ്റി നിർത്തിയതും വെറുക്കപ്പെട്ടതും അതുപോലെ തന്നെ ഒരു തെരുവ് പെണ്ണിനെന്ന പോലെ അവളെ ഒരുപാട് ആക്ഷേപിച്ചതും പിന്നീട് തല്ലിയതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ വിഷമിച്ചിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അതിനിടയിലാണെങ്കിൽ സരയുവിൻ്റെ ഈ ഒരു ചെറിയൊരു മാറ്റം ശാരി മനസ്സിലാക്കുകയാണ്. തൻ്റെ മകൾക്ക് എന്താ പറ്റിയത്, എന്താ അവൾക്ക് ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇനിയിപ്പം എന്തെങ്കിലും സത്യം അവൾ അറിഞ്ഞു കാണോ, തന്നോടും ചെറിയൊരു അകൽച്ച അവൾക്ക് തോന്നി തുടങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ശാരി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിനിടയിൽ നമ്മുടെ ശാരി ഒരു ദിവസം അമ്പലത്തിലോട്ടോ മറ്റോ പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് ഈ സരയുവിൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ആ ഫോറൻസിക് ലാബിലെ ആ ലേഡിയെ കാണുകയാണ്. അങ്ങനെ സരയുവിൻ്റെ അതായത് ശാരിയുടെ അരികിലേക്ക് സരയുവിൻ്റെ ആ കൂട്ടുകാരി വന്നിട്ട് അറിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സരയുവിൻ്റെ കൂട്ടുകാരിയല്ലേ, ഫ്രണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഞാനൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷം ഞാൻ സരയുവിനെ ഈ അടുത്തിടെ ഞാൻ കണ്ടിരുന്നു. അവൾ എന്നോടൊരു സഹായം ചോദിച്ചാണ് വന്നെത്തിയത് എന്ന് പറയുന്നു. എന്ത് സഹായം എന്ന് ശാരി ചോദിക്കുന്ന സമയത്ത് വേറൊന്നുമല്ല, അവള് മൂന്ന് പേരുടെ മുടിനാരിഴകൾ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് അതിൽ ഒരു മകളും ഒരച്ഛനും ഒരമ്മയും ഉണ്ടായിരുന്നു. അത് ആ മകളുടെ അച്ഛനും അമ്മയും തന്നെയാണോ എന്നറിയാൻ ഒരു DNA ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് അവൾ എന്നെ സമീപിച്ചത് എന്ന് ആ ലേഡി പറയുമ്പോൾ ശാരി ആകെ ഞെട്ടിപ്പോവുകയാണ്. ശാരിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് ശാരി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയുകയാണ്, ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അത് ആ പെൺകുട്ടിയുടെ സ്വന്തം അമ്മയല്ല അത്, പക്ഷെ അച്ഛൻ സ്വന്തം തന്നെയാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ അവൾക്ക് ആകെ സങ്കടം വന്നിട്ട് അവൾ എന്തെന്നില്ലാതെ ഒരു സമനില തെറ്റിയ പോലെ ഒരു പരിസരത്തിലെ ആ ഒരു ബോധം പോലും മറന്നിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് ചെയ്തത് എന്നിങ്ങനെ ആ പെൺകുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ ശാരിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയാണ്. ഞാൻ അവളോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവളുടെ വേറൊരു ഫ്രണ്ടിൻ്റെ കാര്യമാണെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് എന്തൊക്കെയോ അതിൽ സംശയം തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളെ കണ്ടത് അതുകൊണ്ടാണ്. ഇപ്പോൾ അവൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശാരി പറയുകയാണ്, അവൾ പറഞ്ഞത് സത്യം തന്നെയാണ്. മനസ്സിൽ ഇങ്ങനെ വിഷമം ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ശാരി പറയുന്നത്. സരയു പറഞ്ഞത് സത്യം തന്നെയാണ്. അങ്ങനെ ഒരു ഫ്രണ്ട് അവൾക്കുണ്ടായിരുന്നു. ആ ഫ്രണ്ടിനെ ഇപ്പോൾ അവളുടെ അച്ഛനെയും അമ്മയെയും ഒരു ചെറിയൊരു സംശയവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിന് വേണ്ടി തന്നെ നടത്തിയ ടെസ്റ്റാണ്, അല്ലാതെ അവളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമൊന്നുമല്ല എന്നിങ്ങനെ സരയു പറഞ്ഞ അതേ മറുപടി തന്നെ ശാരിയും പറയുകയാണ്. എന്തായാലും ശാരി ആ ഒരു സത്യം മനസ്സിലാക്കുന്നുണ്ട്. താൻ അവളുടെ അമ്മയല്ല എന്ന സത്യം അവൾ അറിഞ്ഞു എന്ന് ശാരിക്ക് മനസ്സിലാവുകയാണ്. ഒരിക്കലും സഹിക്കാൻ പോലും പറ്റുന്നില്ല ശാരിക്ക്. അങ്ങനെ ഒരു ഭാഗം എന്തായാലും നമുക്കുടനെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.